48 ഇനി ശ്രദ്ധിക്കേണ്ടത്. വേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിൽ 47 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ വേദാന്തത്തിലേക്ക് അനുബന്ധ ചതുഷ്ടയം ആദ്യം ചിന്തിക്കണം. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം. അവയെ സാമാന്യമായി ചിന്തിച്ചു. അധികാരി, വിഷയ, സംബന്ധ, പ്രയോജനങ്ങളെ സാമാന്യമായി ചിന്തിച്ചു. അത് കഴിഞ്ഞ് വിശേഷമായി വിസ്തൃതമായി അധികാരിയെ ചിന്തിക്കുന്ന തലമാണ്. അതിൽ വിവേകം, വൈരാഗ്യം, ശമാധിഷട്കം, മുമുക്ഷുത്വം ഇവയെ വിശദമായി വിചാരം ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മളുള്ളത്. അവസാനം വൈരാഗ്യജനകമായ രീതിയിലുള്ള ഉപദേശങ്ങളാണ് ഇപ്പം തരുന്നത്. അവസാനം പറഞ്ഞു, ഗൃഹസ്പൃഹ പാദനിബദ്ധ ശൃംഖല കാന്താസുതാശാ പട്ടുകണ്ഠപാശാ ശീർഷേ പദദ്ഭൂര്യശനിർഹി സാക്ഷാത് പ്രാണാന്തഹേതു പ്രബലാധനാശാ. ഗൃഹസ്പൃഹ പാദനിബദ്ധ ശൃംഖല, ഗൃഹത്തോടുള്ള ആഗ്രഹം. എൻ്റെ വീട്, ആ വീടിനോട് ചേർന്നുള്ള മമത്വ ചിന്ത, സ്പൃഹ, ആഗ്രഹം. അപ്പോൾ വീടിനോട് ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള മമത്വ ചിന്ത എന്താ? അത് പാദനിബദ്ധ ശൃംഖല, പാദത്തിൽ കെട്ടിയ ചങ്ങലയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വൈരാഗ്യജനകമായ ഉപദേശമാണിപ്പോൾ ഈ സന്ദർഭത്തിൽ. നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടത് സ്വീകരിക്കുക. വേദാന്ത വിചാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്ര വിചാരം ചെയ്യുമ്പോൾ അത് വളരെ വിശദമായിട്ട് എന്തൊക്കെ പ്രതിപാദിച്ചോ അതിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ആദ്യം പറയുന്നത് ഗൃഹസ്പൃഹ, ഗൃഹത്തിലുള്ള സ്പൃഹ, ഗൃഹത്തോടുള്ള സ്പൃഹ, രണ്ടും പറയാം. എന്താണ്? പാദനിബദ്ധ ശൃംഖല, കാലിൽ കെട്ടിയ ചങ്ങലയാണ്. ചങ്ങലയാൽ കെട്ടപ്പെട്ടാൽ ഒരു നിശ്ചിത ദൂരം വരെ നമുക്ക് നടക്കാം. ആ ചങ്ങല എത്ര അനുവദിക്കും അത്ര വട്ടത്തിൽ കറങ്ങാം. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. വീടിനോടുള്ള ഒട്ടിച്ചേരൽ ഇങ്ങനെയാണ്. എൻ്റെ വീട് അത് വന്നു കഴിഞ്ഞാൽ അത് ഒരു നിശ്ചിത ദൂരത്തിൽ മാത്രം ചരിക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മളെ കെട്ടിയിടുന്ന ചങ്ങലയാണ്. രണ്ടാമത് പറയാണ് കാന്താസുതാശ പടുകണ്ഠപാശാ. കാന്താസുതാശ, കാന്താ പത്നി. ഇത് പുരുഷനോട് പറയുന്നത് കൊണ്ട് കാന്ത എന്ന് പറഞ്ഞു. സ്ത്രീയോടാ പറയുന്ന വെച്ചാൽ കാന്ത എന്ന് പറയാം. സുത, ആശ, സുതരിലുള്ള ആശ, മക്കളിലുള്ള ആശ. ഇപ്പോൾ ഭർത്താവ്, പതി, മക്കൾ, പത്നി, മക്കൾ, ഇവയിലുള്ള ആശ കടുകണ്ഠപാശ, പടുവായിരിക്കുന്ന സമർത്ഥമായിരിക്കുന്ന കണ്ഠപാശങ്ങളാണ്. കഴുത്തിൽ മുറുക്കി വെച്ച കയറാണ്. മറ്റത് കാലിൽ കെട്ടിയ കയറാണ്, ചങ്ങലയാണ്. ഇത് കഴുത്തിൽ കെട്ടിയതാണ്. ഭാര്യ കഴുത്തൊന്ന് വലിച്ചാൽ അങ്ങോട്ട് വന്നു, ചങ്ങല വലിച്ചാൽ അങ്ങോട്ട് വന്നു, അല്ലേ? അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഭാര്യ അങ്ങോട്ട് വലിക്കുക, അപ്പോൾ അങ്ങോട്ട് വന്നു. അപ്പോഴത്തെ കുട്ടികൾ അപ്പുറന്ന് വലിക്കും, കുട്ടികൾ അപ്പുറന്ന് വലിക്കും, വേറെ കുട്ടി ഇപ്പുറത്ത് വലിക്കും. ഇങ്ങനെ കഴുത്തിൽ കെട്ടിയ ചങ്ങലയാണ് പത്നി,
മക്കൾ എന്നിവയിലുള്ള ആശകൾ. എന്തൊക്കെ ആശയാണ് വെച്ചുകൊണ്ടിരിക്കണേ? കുട്ടി വലുതായി കഴിഞ്ഞാൽ എന്നെ നോക്കും, അങ്ങനെയാവും ഇങ്ങനെയാവും. വലുതാവേണ്ട താമസമേ ഉള്ളൂ എന്നെ നോക്കാൻ എന്ന മട്ടില്ല. അതെ, നല്ലോണം നോക്കും. ശീർഷേ പദൂര്യ അശനിർഹി സാക്ഷാത് പ്രാണാന്തഹേതു പ്രബലാധനാശ. അപ്പം ഇതൊക്കെ നമ്മളെ കെട്ടിവെച്ചിരിക്കുന്ന ചങ്ങലകളും കയറൊക്കെയാണ്. എന്നാൽ ശീർഷേ പദൂര്യ അശനിഹി, വർദ്ധിച്ച അശനിപാതം തലയിൽ വീഴുകയാണ്. മിന്നൽ, വലിയ മിന്നൽ പിണര് തലയിൽ തന്നെ വീണാലോ കഴിഞ്ഞു, കഥ കഴിഞ്ഞു, അപ്പം ചത്തുപോകും. അതാണ് സാക്ഷാത് പ്രാണാന്തഹേതു. പ്രാണാന്തത്തിന് കാരണമായിരിക്കുന്നതാണ് ധനാശ, ധനത്തിലുള്ള ആശ. ആശ എന്ന് പറഞ്ഞാൽ ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത എന്തിനെങ്കിലും ആഗ്രഹിച്ചാലാണ് അതിന് ആശ എന്ന് പറയുക. ലഭിക്കുമെന്ന് ഉറപ്പുള്ളതിനെ ആഗ്രഹിച്ചാലോ പ്രതീക്ഷയാണ്. ആശയും പ്രതീക്ഷയുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പം ലഭിക്കുമോ എന്നുറപ്പ് ഉള്ളത്, ലഭിക്കുമെന്നുറപ്പുള്ളത് ആഗ്രഹിക്കുമ്പോൾ അത് പ്രതീക്ഷയും, ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതിനെ ആഗ്രഹിക്കുമ്പോൾ അത് ആശയുമാണ്. അപ്പം ധനാശ, ധനത്തിലുള്ള ആശ പറയാണ്. എന്താണ്? പ്രാണാന്തഹേതുഹു അശനിഹി, പ്രാണന്റെ അവസാനത്തിന് കാരണമാകുന്ന മിന്നലാണ്, തലയിൽ വീഴുന്ന മിന്നലാണ് ധനാശ. ഇതിലൊക്കെ കുടുങ്ങിയിട്ടാണ് നമ്മൾ പൊതുവെ ലോകത്തിൽ ജീവിക്കുന്നത്. പൊതുവെ ചിന്തിക്കുക. ആശാപാശശതേന പാശിതപദോനോത്ഥാതുമേവ ക്ഷമ കാമക്രോധമദാദിഭിः പ്രതിഭടൈ സംരക്ഷ്യമാണോ നിശം സമ്മോഹാവരണേന ഗോപനവതഃ സംസാരകാരാഗൃഹാത് നിർഗന്ധം ത്രിവിധേഷണപരവശഃ കശക്നുയാത് രാഗിഷു. ആശാപാശശതേന പാശിതപദോ നോത്ഥാതുമേവ ക്ഷമഃ കാമക്രോധ മദാദിഭിः പ്രതിഭടൈः സംരക്ഷ്യമാണോ നിശം സമ്മോഹാവരണേന ഗോപനവതഃ സംസാരകാരാഗൃഹാത് നിർഗന്ധം ത്രിവിധേഷണാപരവശഃ കശക്നുയാത് രാഗിഷു. മനോഹരമായൊരു ശ്ലോകം. ഇവിടെ സംസാരമാകുന്ന കാരാഗൃഹത്തെ വർണ്ണിച്ചിരിക്കുക. കാരാഗൃഹം ജയിലാണ്. ഇപ്പം ജയിലിൻ്റെ ഉള്ളിൽ തളയ്ക്കപ്പെട്ടിരിക്കാൻ നമുക്കാർക്കും ഇഷ്ടമുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ജയിൽ ചാടണമെന്നാണ് നമ്മൾ ചിന്തിക്കുക, അല്ലേ? ജയിലിൽ നമ്മളെ പൂട്ടിയിട്ടാൽ എങ്ങനെയെങ്കിലും ചാടണം എന്നുള്ള ചിന്തയാണ് ഉണ്ടാവുക. ആർക്കപ്പം ജയിലിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ താല്പര്യം ഉണ്ടാവുക? അപ്പം ഈ സംസാരത്തെ ഒരു ജയിലായിട്ട് കൽപ്പിച്ചു. സംസാര കാരാഗൃഹം. അപ്പം അതിൽ നിന്ന് നിർഗമിക്കണം, പുറത്തേക്ക് പോകണം. ആർക്ക് സാധിക്കുന്ന ചോദിക്കുന്നത്? ആർക്കാ സാധിക്കുക? കാരണം ഈ സംസാര കാരാഗൃഹത്തിൽ പെട്ടിട്ടുള്ളവൻ രാഗിയാണ്, രാഗമുള്ളവനാണ്. അപ്പം രാഗം എന്ന് പറഞ്ഞാൽ ദ്വേഷവും. രാഗവും ദ്വേഷവും ഒന്നിൻ്റെ രണ്ട് ഭാവങ്ങളാണ്. ഇപ്പം രാഗമുണ്ടെന്ന് പറഞ്ഞാൽ ദ്വേഷവും ഉണ്ടാവും. അപ്പം രാഗദ്വേഷങ്ങളോട് കൂടിയവനാണ് ഈ സംസാരമാകുന്ന ജയിലിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുള്ളത്. അപ്പം ആർക്ക് സാധിക്കും ചാടണം? ജയിൽ ചാടണമെങ്കിൽ ആദ്യം എന്ത് വേണം? ശക്തി വേണം, യുക്തി വേണം. യവന് എഴുന്നേൽക്കാൻ പോലും വയ്യ എന്നാ പറയണത്. കാരണം ആശാപാശശതേന പാശിതപദഃ, ആശാപാശശതങ്ങളെ കൊണ്ട് കെട്ടപ്പെട്ട കാലുകളാണ് വേണ്ടത്. പാശം കയറ്, ശതം 100,
ആശകളാകുന്ന പാശശതങ്ങൾ. ഇപ്പം എനിക്കത് കിട്ടും, മറ്റത് കിട്ടും, മറിച്ചത് കിട്ടും, അങ്ങനെ ആശകളാണ്. അതൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു, ഇതൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ ആശിക്കുന്നത്? ഓരോരുത്തർ എന്തൊക്കെയാണ് ആശിക്കണമെന്ന് വേറെ ആൾക്കും പറയാൻ വയ്യ. അങ്ങനെ ആശാപാശങ്ങളിൽ കെട്ടപ്പെട്ടിട്ടാണ്. ഓരോ ആശയും നമ്മളെ കെട്ടുകയാണ്. നമ്മൾ വിചാരിക്കണം നമ്മൾ അതിനെയാണ് കെട്ടുന്നതെന്നാണ്. ഓരോ ആശയും നമ്മളെ കെട്ടുകയാണ്, ഒരു പരിധിക്കുള്ളിൽ നമ്മളെ ഒതുക്കിയിടുന്നു. അങ്ങനെ നൂറുകണക്കിന് കയറുകളെ കൊണ്ട് കെട്ടപ്പെട്ടതിനാൽ നോത്ഥാതുമേവ ക്ഷമഃ, എഴുന്നേൽക്കാൻ പോലും ശക്തിയില്ല. പിന്നെ അവനെങ്ങനെയാണ് ചാടുക? എഴുന്നേറ്റിട്ട് വേണ്ടേ ജയിലിൽ ചാടുക? എഴുന്നേൽക്കാൻ പോലും വയ്യ. നോത്ഥാതുമേവ ക്ഷമഃ, ഉത്ഥാതുമേവ ന ക്ഷമഃ. എഴുന്നേൽക്കാൻ പോലും അവന് ശക്തിയില്ല, കഴിയില്ല. പോരെങ്കിൽ ആ ജയില് പ്രബലന്മാരായ കാവൽക്കാർ കാത്തു നിൽക്കുന്നതാണ്. കാവലുണ്ട്. അതെങ്ങനെയാണ് ചാടുക? കാമക്രോധ മദാദിഭി പ്രതിഭടൈ സംരക്ഷ്യമാണഃ കാരാഗൃഹഃ. കാമം, ക്രോധം, മദം തുടങ്ങിയ പ്രബലന്മാരായ ഭടന്മാരാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. പിന്നെ സംരക്ഷിക്കുന്നവർ ഉറങ്ങാറ്റോ ചെയ്യുമ്പോൾ നമുക്ക് ചാടാം. ഇതതും വയ്യ, അനിശം അവരെപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ ജയിലിൻ്റെ കാവൽക്കാരായിട്ട് കാമം, ക്രോധം, മദം തുടങ്ങിയവയുണ്ട് പ്രബലന്മാരായിട്ട്. മാത്രമല്ല സമ്മോഹാവരണേന ഗോപനവതഃ, ഈ ജയിലിനെ സദാ രക്ഷിക്കുന്നവരുണ്ട്. അതാരാ? സമ്മോഹമാകുന്ന ആവരണമാണ്. ശരിയും തെറ്റും തിരിച്ചറിയാത്ത, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാത്ത, കാര്യം അകാര്യം തിരിച്ചറിയാത്ത സമ്മോഹം, സമ്മോഹമാകുന്ന ആവരണം. അതുകൊണ്ടാണ് ഈ ജയില് രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ജയിലിൽ നിന്ന്, സംസാര കാരാഗൃഹത്തിൽ നിന്ന്, സംസാരമാകുന്ന കാരാഗൃഹത്തിൽ നിന്ന് നിർഗന്ധം, പുറത്തേക്ക് ചാടുന്നതിന് കഹ ശക്നുയാത്, ആർക്ക് സാധിക്കും? രാഗികളിൽ. രാഗമില്ലാത്ത ചാടാ, രാഗമുണ്ട്, പിന്നെ എങ്ങനെ ചാടും? പോരെങ്കിൽ ത്രിവിധേഷണ പരവശഃ, ത്രിവിധേഷണ പരവശനാണ്, പിന്നെ എങ്ങനെ ചാടാനാ? എഴുന്നേൽക്കാൻ വയ്യാന്ന് നേരത്തെ പറഞ്ഞു, ഇപ്പം പറഞ്ഞു പരവശനാ. എന്തിന് പരവശനാ? ത്രിവിധേഷണ പരവശഃ, 3 വിധത്തിൽപ്പെട്ട ഏഷണകൾക്ക് പരവശനായിരിക്കുക. ഏതാ 3 വിധത്തിൽപ്പെട്ട ഏഷണകൾ? വിത്തേഷണ, പുത്രേഷണ, ലോകേഷണ. 3 ഏഷണകൾ. എൻ്റെ സമ്പത്ത്, എൻ്റെ പണം, പിന്നെ എൻ്റെ മക്കള്, എൻ്റെ ലോകം. അപ്പോൾ മക്കളെന്നുള്ളതിൽ സ്വാഭാവികമായിട്ട് ജായ വരും, പത്നി, പതി ഒക്കെ വരും. ലോകം എന്നുള്ളതിൽ പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ എല്ലാം വരും, പദവികൾ എല്ലാം വരും. അപ്പോൾ ഇവയോടെല്ലാം കെട്ടപ്പെട്ട മമത്വക്കെട്ടുകളാണ്. ഈ മമത്വക്കെട്ടുകളെ കൊണ്ട് പരവശനാണ്. അയാൾ എങ്ങനെയാണ് ചാടുക ഈ കാരാഗൃഹത്തിൽ നിന്ന്? അപ്പോൾ ചാടില്ല. എന്ത് ചെയ്യും? സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക തന്നെ. അപ്പോൾ ഈ കാരാഗൃഹത്തിൽ സുഖമായിട്ട് അങ്ങനെ ഇരിക്കുക. ഇരുന്നാൽ സുഖമാണ്. കൃത്യസമയത്തിന് ഭക്ഷണം കിട്ടും. അത്ര ലോകത്ത് കിട്ടുമോ? വീട്ടിൽ കിട്ടുമോ അത്ര കൃത്യമായിട്ട്? ഏത് വീട്ടിൽ അത്ര കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുക? ഒരു അരമണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവില്ല. അതെ, മറ്റേ സുരക്ഷിതമായതായിരിക്കും, സുരക്ഷിതമായ ഭക്ഷണമായിരിക്കും. സൂപ്രണ്ട് പരിശോധിച്ചിട്ടേ നമുക്ക് തരുള്ളൂ. സൂപ്രണ്ട് കഴിച്ച് 5 മിനിറ്റ് കഴിഞ്ഞാലേ നമുക്കൊക്കെ ഭക്ഷണം കിട്ടുള്ളൂ. അതിനുള്ള സുഖമായിട്ടിരിക്കാം, അത്ര തന്നെ. അപ്പോൾ ആർക്ക് സാധിക്കും? രാഗികളിൽ ആർക്ക് സാധിക്കും ഈ സംസാര കാരാഗൃഹത്തിൽ നിന്ന് നിർഗമിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. മറുപടി ഇപ്രകാരമുള്ള ആർക്കും സാധിക്കില്ല എന്ന് മറുപടി. വ്യക്തമാണല്ലോ. നമുക്ക് എന്തൊരു മനോഹരമായ ശ്ലോകം നോക്കൂ. ആശാപാശതേന പാശിതപദോ നോത്ഥാതുമേവ ക്ഷമ
കാമക്രോധമദാദിഭിപ്രതിഭടൈः സംരക്ഷ്യമാണോ നിശം സമ്മോഹാവരണേന ഗോപനവതഃ സംസാരകാരാഗൃഹാത് നിർഗന്ധം ത്രിവിധേഷണാ പരവശ കശക്നുയാത് രാഗിഷു. ഗോപനവതഃ പഞ്ചമി വിഭക്തിയാണ്. ഗോപനവാൻ രക്ഷിക്കപ്പെടുന്നത്. ഗോപനം ചെയ്യാന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. ഗുപ് രക്ഷണേ എന്ന് ധാതു. ഗോപൻ ഗുപ് രക്ഷിക്കുക. ഗോപനം രക്ഷണം. ഗോപനവത്ത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നത്. കാരാഗൃഹം നപുംസകമായതുകൊണ്ടാണ്. കാരാഗൃഹ എന്നാണെങ്കിൽ പുല്ലിംഗാണെങ്കിൽ ഗോപനവാൻ, രക്ഷിക്കപ്പെടുന്നവൻ, അങ്ങനെയുള്ള ജയില്. അതിൽ നിന്ന് ആർക്ക് ചാടാൻ പറ്റും? അത്രയും പ്രബലന്മാരാ രക്ഷിക്കുന്നതിന്. അങ്ങനെയുള്ള ചാടാൻ പറ്റില്ല. അതാണ്. അപ്പം പിന്നെ ഒറ്റയൊന്നേ ഉള്ളൂ, ഇവിടെ സുഖം തന്നെ അല്ലേ, അവിടെയും സുഖമെന്ന് കരുതുന്നു. ഇന്നൊരു കത്ത് വായിക്കാനിടയായി. വിവേകാനന്ദ സ്വാമികൾ എഴുതിയൊരു കത്ത് ഇന്ന് വായിക്കാനിടയായി. അതിൽ സ്വാമിജി ചോദിക്കുകയാണ്, ഈ സന്യാലിനെന്താ മകൻ്റെ കല്യാണത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ വേവലാതി? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കല്യാണം എന്ന പേര് കേൾക്കുമ്പോഴേ എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്. ഇവ വലിയ ആനന്ദാനുഭവിയായിട്ടാണോ മകനെ അതിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അതിന് ഞാൻ അനുകൂലം നിൽക്കുന്നതാണോ അവൻ വിചാരിക്കണത്? മൂഢൻ, ഒരു വിവരമില്ലാത്തവൻ. ഞാനതിന് അനുകൂലം നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കത്ത് വെറുതെ തുറന്നു നോക്കിയപ്പോൾ കണ്ടതാണ്. എൻ്റെ അനിയനോ മറ്റോ കല്യാണം കഴിക്കാന്നൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ അപ്പം പിടിച്ചവനെ പുറത്തിടുന്നതാണ്. അത് വായിച്ചപ്പോൾ കല്യാണം കഴിക്കേണ്ട ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടില്ലേ, വിവേകാനന്ദ സ്വാമി പറഞ്ഞതാണ്. അതിനൊക്കെ രസകരമായൊരു സംഭവമുണ്ട്. മഹേന്ദ്രനാഥ ഗുപ്തൻ ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ പോയി. അപ്പം ആ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ദുർലഭ. മഹേന്ദ്രനാഥ ഗുപ്തനോ അവിടുത്തെ പ്രധാന അധ്യാപകനാണ്. പഠിപ്പിക്കുക മാത്രമല്ല, പ്രധാന അധ്യാപകനാണ്. അപ്പം അതിൻ്റെ ഗമയൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഹെഡ് ടീച്ചറാന്നുള്ള ഗമയുണ്ട്. അക്കാലത്ത് എന്താ കഥ, സായിപ്പന്മാർ മാത്രമേ ഉള്ളൂ, വളരെ ചുരുക്കം പേരേ ഉള്ളൂ സായിപ്പന്മാരല്ലാത്തവർ. അതിൽപ്പെട്ട ഒരാളാണ് മഹേന്ദ്രനാഥ ഗുപ്തൻ. അത് കഴിഞ്ഞ് ഒക്കെ പരിചയപ്പെട്ടു. നീ എന്താ പരമശ, നീ ആരാ, എന്താണ് വന്നത്? ഞാനിങ്ങനെ എന്നൊരാളാണ്. നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. ഓ, കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ തളർന്നു പോയി പരമഹംസർ. എന്നിട്ട് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഹൃദയ്, ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ടത്രേ. അപ്പോൾ ചിന്തിച്ചു, ഇതെന്താ വലിയ അപരാധമാണോ ഈ കല്യാണം കഴിക്കുന്നത്? ഇതെന്താ വലിയ അപരാധമാണോ എന്ന് ചിന്തിച്ചു. അതിരിക്കട്ടെ, നിൻ്റെ ഭാര്യ എങ്ങനെയുള്ളവളാ? അസുര പ്രകൃതിയാണോ ദേവപ്രകൃതിയാണോ? അവൾക്ക് വലിയ വിവരമൊന്നുമില്ല. ഓ, നീ വലിയ വിവരമുള്ളവനല്ലേ, നീ വലിയ വിവരമുള്ളവൻ അല്ലേ. അതോടുകൂടി അഹങ്കാരം മുഴുവൻ പോയി, ഒറ്റ വാക്കുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ വാക്കുകളൊക്കെ ലഭിക്കാനിടയായത്. കാരണം മാസ്റ്റർ മഹാശയനാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഓരോ വാക്കുകളും എഴുതി വെച്ചത്. മറ്റത് മഹാത്മാക്കൾ പറയുന്ന തമാശകൾ പോലും വലിയ ഉപദേശങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളാരും എഴുതി വയ്ക്കാറില്ല കേട്ടോ, നമ്മളാരും എഴുതി വയ്ക്കില്ല. അത് നമ്മൾ ചത്തുപോകുന്നോടെ അത് പോയി. ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് എത്ര ആൾക്കാർ വന്നു. ആരെങ്കിലും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ് എഴുതി വെച്ചോ? മഹേന്ദ്രനാഥൻ എന്ത് ചെയ്തു? എല്ലാം എഴുതി വെച്ചു. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങൾ നമുക്ക് കിട്ടാനിടയായി. അതൊക്കെ വലിയ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതിന് കാരണമായത്
ഇവ വലിയ വിദ്വാനാ എന്ന് കളിയാക്കി പറഞ്ഞത്. അതോടുകൂടി അഹങ്കാരം മുഴുവൻ പോയി. അതിരിക്കട്ടെ. കാമാന്ധകാരേണ നിരുദ്ധദൃഷ്ടി മുഹ്യത്യസത്യപ്യബലാസ്വരൂപേ നഹ്യന്ധദൃഷ്ടേരസതഃ സതോ വാ സുഖത്വദുഃഖത്വവിചാരണാസ്തി. അതുകൊണ്ട് ഈ ഭാഗം വായിച്ചു കേട്ടിട്ടാരും വേറെ ഒന്ന് തീരുമാനമൊന്നും എടുക്കണ്ട കേട്ടോ. ഇത് വൈരാഗ്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ്. അതിന് മറ്റേ ഭാഗം പറഞ്ഞാൽ അതും പറയും ആചാര്യൻ. മനസ്സിലായില്ല? ഇത് വായിച്ചിട്ട് ഇനി ഡിവോഴ്സ് ചെയ്യേണ്ട ആരും പോയിട്ട്, അത് വേണ്ട. അപ്പം ധർമ്മത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഇതിന് നേരെ വിപരീത പറയുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ. ഓർമ്മ വരുന്നത്, നമ്മൾ വിവേകാനന്ദ സ്വാമികളൊക്കെ ലോകത്തിൽ മുഴുവൻ യൂറോപ്പിലൊക്കെ പോയതൊക്കെ നമുക്കെല്ലാം അറിയാം. എന്നാൽ വിവേകാനന്ദ സ്വാമികൾക്ക് മുമ്പ് ഭാരതത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് യൂറോപ്പിൽ പോവുക മാത്രമല്ല, ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഗുരുവായിരുന്ന ആളുണ്ട്. ആരാ? ശിവപുരി ബാബ. ശിവപുരി ബാബ 107-ാം വയസ്സിൽ നേപ്പാളിലാണ് സമാധിയായത്. കേരളത്തിൽ നിന്നാണ് പോയത്. എത്ര പേർക്കറിയാം? വിക്ടോറിയ രാജ്ഞിയുടെ ഗുരുവായിരുന്നു. അപ്പോൾ സ്വാമിജി, ശിവപുരി ബാബ വലിയ പ്രസംഗങ്ങളൊന്നുമല്ല, ഇങ്ങനെ കൂടിയിരുന്ന വർത്തമാനം പറയുക. വലിയ വലിയ തത്വങ്ങളാണ്. ഒന്നും മനസ്സിലാക്കാണ്ട് രാജ്ഞി ഗുരുവായി സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ ഒരിക്കൽ ഒരു ഹാളിലിരുന്ന് വർത്തമാനം കയറി 10-60 പേരുണ്ട്. അപ്പോൾ ഒരാൾ, സ്വാമിജി പുകവലിയുടെ ദോഷങ്ങളെക്കുറിച്ച് അങ്ങ് വർണ്ണിച്ചാൽ തരക്കേടില്ല എന്ന്. അപ്പോൾ സ്വാമിജി അന്ന് അറിയുന്നതായ എല്ലാ അറിവും വെച്ച് എങ്ങനെയാണ് ഈ പുകവലി അപകടകരമാവുന്നത് എന്ന് വർണ്ണിച്ചു. അതെങ്ങനെ ശ്വാസകോശത്തെ ബാധിക്കും, എങ്ങനെ ഹൃദയത്തെ ബാധിക്കും, എങ്ങനെ ബുദ്ധിയെ ബാധിക്കും, എങ്ങനെ നമ്മൾ സർവസ്വം നശിച്ചു പോകും എന്ന് വിസ്തരിച്ച് പറഞ്ഞു. അപ്പോൾ അത് കേട്ട 10-60 പേരുണ്ട്. എല്ലാവരും ചുരുട്ട്, ഈ പൈപ്പ്, സിഗരറ്റ് ഒക്കെ ഉണ്ട്, എല്ലാം വലിച്ചെറിഞ്ഞു. ആർക്കും ഒരു സംശയമില്ല, സ്വാമിജിയല്ലേ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ഒരു സിഗരറ്റ് സ്വാമിക്ക് കൊടുത്തു. സ്വാമി ഉടനെ അത് എടുത്ത് ചുണ്ടിൽ വെച്ച് കൊളുത്തി വലിക്കാം. എന്താ അത്? ഞങ്ങളോട് സിഗരറ്റ് നിങ്ങളോട് വലിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളെന്നോട് പുകവലിയുടെ ദോഷമാണ് ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ ഗുണം ചോദിച്ചിരുന്നെങ്കിലോ ഗുണം പറയായിരുന്നു. ആരോടെങ്കിലും അത് ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞോ? ദോഷം ചോദിച്ചു, ദോഷം പറഞ്ഞു. ദോഷം പറഞ്ഞു നിങ്ങളെന്തിനു ഉപേക്ഷിച്ചു? ഗുണം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഗുണം പറയുകയായിരുന്നു. സുഖമായിട്ട് നമുക്കൊരു ആസ്വദിച്ച് ഒരു സിഗരറ്റ് മുഴുവൻ വലിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർ നോക്കിയിരിക്കാനൊക്കെ വലിച്ചു എറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എടുക്കാൻ പറ്റുമോ? ശരി, നോക്കൂ. കാമാന്ധകാരേണ നിരുദ്ധ ദൃഷ്ടി. ആരാണ്? നിരുദ്ധ ദൃഷ്ടി, കെട്ടപ്പെട്ട കണ്ണോടുകൂടിയവൻ. കണ്ണിന് കാഴ്ച ഇപ്പോൾ ഇല്ല. എന്തുകൊണ്ടാ? കണ്ണ് കെട്ടിയിരിക്കുക. എന്തുകൊണ്ടാണ് കണ്ണ് കെട്ടിയത്? കാമാന്ധകാരേണ, ആഗ്രഹങ്ങളാകുന്ന ഇരുട്ടുകൊണ്ട്. അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള കാമമാകുന്ന, കാമം എന്ന് പറഞ്ഞാൽ എന്താ കാമം? സുഖഹേതുവിന് അപ്രാപ്തമായ വസ്തുവെ ആഗ്രഹിക്കുന്നതാണ് കാമം. അപ്രാപ്തമായ വസ്തുവെ സുഖഹേതുവിന് ആഗ്രഹിക്കുന്നതിന് പറയുന്ന പേരാണ് കാമം. അപ്പോൾ കാമമാകുന്ന ഇരുട്ടുകൊണ്ട് കണ്ണ് മൂടി കെട്ടിയിരിക്കുക. കാമാന്ധകാരേണ നിരുദ്ധ ദൃഷ്ടി മുഹ്യത്യസത്യപ്യബലാസ്വരൂപേ. മുഹ്യതി, മോഹിക്കുന്നു. എവിടെയാ മോഹിക്കണത്? അബലാസ്വരൂപേ. അബല എന്നുള്ളത് നല്ല വാക്കല്ല, എങ്കിലും സ്ത്രീയുടെ പര്യായമാണ്. അബല ശരിക്കും പറഞ്ഞാൽ സുബലയായിരിക്കണം.
എങ്കിലും അങ്ങനെ വാക്കുണ്ടല്ലോ, അബല എന്നൊരു വാക്കുണ്ട്. അബല എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നർത്ഥം. സ്ത്രീയുടെ പര്യായങ്ങളായിട്ടുള്ള ഒരു പര്യായ പദമാണ് അബല. ആരും അബല എന്ന് ഉപയോഗിക്കരുതേ. ആചാര്യസ്വാമി ഉപയോഗിച്ചാൽ ശരിയാ, ഇക്കാലത്ത് ആരും ഉപയോഗിക്കരുത്. സുബല എന്ന് ഉപയോഗിച്ചാൽ മതി. അബല സ്ത്രീയാ. അപ്പം സ്ത്രീയുടെ അബലാസ്വരൂപത്തിൽ അസത്യഭി ഉള്ളതല്ലെങ്കിലും പെണ്ണിൻ്റെ രൂപത്തിൽ മുഹ്യതി മോഹിച്ചു പോകുന്നു. പെണ്ണിൻ്റെ രൂപം കണ്ടിട്ട് അതിൽ മോഹിച്ചു പോകുന്നു. ഇതെന്തുകൊണ്ടാണ്? ആണിനോട് പറയുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പെണ്ണിനോടാ പറയണത് വെച്ചാൽ ആണിൻ്റെ രൂപത്തിൽ മോഹിച്ചു പോകുന്നു എന്ന് പറയണം. ആണിനെ കണ്ട് മോഹിച്ചു പോകുന്നു എന്ന് പറയണം. നഹ്യന്ധദൃഷ്ടേ രസദസതോ വാ സുഖത്വ ദുഃഖത്വ വിചാരണാസ്തി. അന്ധദൃഷ്ടിയായി കഴിഞ്ഞാൽ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ സുഖം ദുഃഖം തുടങ്ങിയ ഒരു ചിന്തയും പിന്നെ വരില്ല. ഏതാണ് സുഖം? ഏതാണ് സുഖത്തിന് കാരണം? ഏതാണ് ശാശ്വതമായ സുഖം? ആ ശാശ്വതമായ സുഖത്തെ പ്രാപിക്കാനുള്ള മാർഗം എന്താണ്? ഇത്തരം ചിന്തകളൊന്നും വരില്ല. ആർക്ക്? അന്ധദൃഷ്ടിയായിട്ടുള്ള ആൾക്ക്. ഏതന്ധദൃഷ്ടി? കാമാന്ധദൃഷ്ടി. അല്ലാണ്ട് നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയല്ല അന്ധൻ എന്ന് പറയണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളെ അല്ല അന്ധൻ എന്ന് പറയണത്. മറിച്ച് കാമം കൊണ്ട്, ആഗ്രഹങ്ങളെ കൊണ്ട് അന്ധമായ കണ്ണോടുകൂടിയവൻ. അതാണ്. അടുത്തതൊരു ലോകസുന്ദരിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ ഒരു ലോകസുന്ദരിയാണ്. നമുക്ക് സുന്ദരിയെ ഒന്ന് നോക്കി കാണാം. ശ്ലേഷ്മോദ്ഗാരി മുഖം സ്രവൻ മലവതീ നാസാശ്രുമല്ലോചനം സ്വേദസ്രാവിമലാഭിപൂർണമഭിതോ ദുർഗന്ധദുഷ്ടം വപു അന്യത് വക്തുമശക്യമേവ മനസാ മന്തും ക്വചിന്നർഹതി സ്ത്രീരൂപം കഥമീദൃശം സുമനസാം പാത്രീ ഭവേന്നേത്രയോ. ഒരു ലോകസുന്ദരിയാണ്. എങ്ങനെയാണ് ലോകസുന്ദരി? ശ്ലേഷ്മോദ്ഗാരി മുഖം. എന്താ വരുന്നത്? ലോകസുന്ദരി ഒന്ന് കാർക്കിച്ചാൽ എന്താ വരുന്നത്? കഫം. ശ്ലേഷ്മോദ്ഗാരി മുഖം. ശ്ലേഷ്മത്തെ, കഫത്തെ ഉദ്ഗരണം ചെയ്യുന്ന, പുറത്തേക്ക് വിടുന്ന വായ. അപ്പം എന്താ ലോകസുന്ദരിയുടെ വായനെ കൊണ്ട് നമ്മൾ പറയുക? എന്തിനെ പോലെ ഉണ്ടെന്ന വായന അങ്ങനെ പറയാറില്ല അല്ലേ? എന്താ മുന്തിരിയോ? ചുണ്ടിനെ എന്താ ചുണ്ടിനെ പറയാ? തത്തമ്മ ചുണ്ടോ? അയ്യേ, തത്തമ്മ ചുണ്ടോ? ഏതായാലും ഇതാണ്. പിന്നെ കാമശാസ്ത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അമൃതവദനം എന്ന് പറയും. അമൃതം പുറത്തേക്ക് വരുന്ന വായ എന്ന് പറയും. കാമശാസ്ത്രത്തിലൊക്കെ പറയും. വാസ്തവത്തിൽ എന്താ വരുന്നത്? അമൃതാണോ അല്ല കഫാണോ? ശ്ലേഷ്മോദ്ഗാരി മുഖം സ്രവൻ മലവതീ നാസ. മൂക്ക്. മൂക്ക് എങ്ങനെയുള്ളതാണ്? മൂക്ക് എന്തിനോടാ ഉപമിക്കുന്നത്? എന്തോ ഒരു പൂവിനോടുണ്ടല്ലോ ഉപമിക്കുക. മൂക്ക് എള്ള്. എള്ളിൻ്റെ പൂവാണത്ര മൂക്ക്. ഇതെന്താ പറയുന്നത്? സ്രവൻ മലവതീ നാസ. വൃത്തികെട്ട അഴുക്ക് പുറത്തോട്ട് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നതായ മൂക്ക്. അശ്രുമല്ലോചനം. കണ്ണ്. കണ്ണ് മീനാക്ഷി എന്നൊക്കെ പറയും. മത്സ്യത്തെ പോലുള്ള കണ്ണ്, അല്ലെങ്കിൽ ചന്ദ്രനെ പോലുള്ള കണ്ണ് എന്നൊക്കെ പറയും. ചന്ദ്രദളം, താമരദളം പോലുള്ള കണ്ണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ എന്താ? അശ്രുമല്ലോചനം. കണ്ണീര് നിറഞ്ഞതാണ് കണ്ണ്. കണ്ണ് ഉണങ്ങിപ്പോവാതിരിക്കുക എപ്പോഴും കണ്ണീരുണ്ടാവും. നല്ല വസ്തുക്കളാണല്ലോ ഇതൊക്കെ, ഇല്ലേ? ഇനി ശരീരം എങ്ങനെയുള്ളതാണ്? സ്വേദസ്രാവി. വിയർപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ദേഹത്ത്.
വിയർപ്പ്, എപ്പോഴും വിയർപ്പ്, എത്ര തുടച്ചാലും വിയർത്തുകൊണ്ടിരിക്കും. അകം, സുന്ദരിയുടെ അകം എങ്ങനെയുള്ളതാണ്? മലാഭിപൂർണം, മലം നിറച്ചു വെച്ചിരിക്കുകയാണ് അകത്ത്. മലം, മൂത്രം, രക്തം, പിത്തം, കഫം, ഇല്ലേ, മേധസ്, ഇതൊക്കെ നിറച്ചു വെച്ചിരിക്കുക ഉള്ളിൽ. ഒക്കെ നല്ല നല്ല വസ്തുക്കളല്ലേ, നല്ല സുഗന്ധമുള്ള നല്ല വസ്തുക്കളാണ് ഇതിലുള്ള നിറച്ചു വെച്ചിരിക്കുന്നത്. അതാണ് മലാഭിപൂർണം. അഭിതഃ, രണ്ട് പ്രകാരത്തിലും ദുർഗന്ധദുഷ്ടം വപുഹു, ദുർഗന്ധം കൊണ്ട് ദുഷിച്ചതാണ് ഈ സ്ത്രീ ശരീരം. പുരുഷ ശരീരം അങ്ങനെ തന്നെയാണ്. ഇത് പുരുഷനോട് പറയുന്നതുകൊണ്ടാണ് സ്ത്രീ ശരീരം എന്ന് പറഞ്ഞത്. അഭിതഃ, രണ്ട് പ്രകാരത്തിലും ദുർഗന്ധദുഷ്ടം, ദുർഗന്ധം കൊണ്ട് ദുഷിച്ചതാ. പുറമേ മണം, അകത്തും മണം. മുറിഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള ദുർഗന്ധം എന്താ? എന്തെന്ത് സാധനങ്ങൾ നല്ല എന്താ പറയേണ്ടത്, ഏലക്കായ, ഗ്രാമ്പു ഒക്കെ ഇട്ട് സുഗന്ധം അകത്തേക്ക് വിട്ടാലും പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ദുർഗന്ധമല്ലേ. ഇപ്പോൾ സുഗന്ധമുള്ള വസ്തു അകത്തേക്ക് വിട്ടാലും അകത്തുനിന്ന് പുറത്ത് വരുന്നത് ദുർഗന്ധമാണെങ്കിൽ ഉള്ളിൻ്റെ സ്ഥിതി എന്താ? ദുർഗന്ധദുഷ്ടം വപുഹു. എന്നിട്ട് പറയാണ് അന്യത് വക്തുമശക്യമേവ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ വയ്യ. അന്യത് വക്തുമശക്യമേവ. അപ്പൊ അശക്യം എന്ന് ഗുരുനാഥൻ പറഞ്ഞാലും ചിലർ ചിന്തിക്കും എന്തായിരിക്കും അത്? മനസാമന്തും കൊച്ചിന്നാർഹതേ, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കൊള്ളില്ല. ആർത്തവം തുടങ്ങിയതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ആർത്തവം തുടങ്ങിയത് അതാണ് പറഞ്ഞത്. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കൊള്ളില്ല. അത്ര വൃത്തികെട്ട സാധനങ്ങളാണ് ഈ സ്ത്രീ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. സ്ത്രീ രൂപം കഥമീദൃശം, ഇങ്ങനെയുള്ള സ്ത്രീ രൂപം കഥം എങ്ങനെയാണ്? സുമനസാം, നല്ല ബുദ്ധിയുള്ളവർക്ക്, പാത്രീഭവേ നേത്രയോഹോ, കണ്ണുകൾക്ക് പാത്രമാകുന്നത്. ഇത് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരി അപ്പുറത്ത് വന്നാൽ എല്ലാം നമുക്ക് ഇത് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ രൂപം കഥമീദൃശം സുമനസാം പാത്രീഭവേ നേത്രയോ എന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഒരു സുന്ദരി അപ്പുറത്ത് വന്നേച്ചാൽ അല്ല അല്ല സ്വാമി എന്താ നോക്കണത്? അല്ല ഒന്നുമില്ല, ഞാൻ നോക്കിയതാണ്. ഇതാണ് സ്ഥിതി. ഇതൊക്കെ വല്യമ്മേൻ്റെ പണിയാണ്. ഇത് മുഴുവൻ വല്യമ്മേൻ്റെ പണിയാണ്. വേറെ ആരുടെയും കുറ്റം കിടക്കട്ടെ വല്യമ്മയ്ക്ക്. കുറ്റം നമുക്ക് മുഴുവൻ കുറ്റവും വല്യമ്മയിൽ ചാരാം. അഘടിത ഘടനാ പഠീയസി മായ. അപ്പൊ ചോദിക്കുക, ശിഷ്യനോട് ചോദിക്കുകയായിരുന്നു. ശിഷ്യയോടാണെങ്കിൽ അവിടെ സ്ത്രീ രൂപം എന്നുള്ളതിന് പകരം പും രൂപം എന്നാക്കണം. അത്രയേ മാറ്റമുള്ളൂ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ കണക്കാണ്. ശരി, ഇതൊരു ചോദ്യത്തോടു കൂടി നമുക്കൊന്ന് ഇന്ന് അവസാനിപ്പിക്കാം. കഥം പാത്രീ ഭവേത് നേത്രയോഹോ, എങ്ങനെയാണ് കണ്ണിന് വിഷയമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശരി, സന്തോഷം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക എങ്ങനെയാണ് അല്ലേ? അതിൽ ഈ കാമനെ കൊണ്ട് പറയട്ടെ, കാമൻ ഒരു ബ്രഹ്മഹത്യാദോഷം ഉള്ളവനാണ്. അത് ഭർതൃഹരിയാണോ ഇനി ശങ്കരാചാര്യസ്വാമികൾ തന്നെയാണോ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഒന്നുകിൽ ഭർതൃഹരി അല്ലെങ്കിൽ ഭാഷ്യകാരൻ, അവരുടെ ശൈലിയാണ്. കാമോ നാമ മഹാൻ ജഗദ്ഭ്രമയിത സ്ഥിത്വാന്തരംഗേ സ്വയം സ്ത്രീ പുംസാവിതരേതരംഗഗുണകൈഃ ഭാവൈശ്ച ഹാസൈഃ സ്ഫുടം അന്യോന്യം പരിമോഹ്യ നൈജതമസാ സ്ഥിത്വാന്തരംഗേ സ്വയം സ്ഫുടം. സ്ത്രീ പുംസാവിതരേതരംഗഗുണകൈഃ സ്ഥിത്വാന്തരംഗേ സ്ഫുടം ഭ്രാമയതി പ്രപഞ്ചരചനാം സംവർദ്ധയൻ ബ്രഹ്മ. ബ്രഹ്മഹത്യാദോഷമുള്ളവനായി കാമൻ എന്നാണ് പറയുന്നത്. ബ്രഹ്മഹത്യ ഏറ്റവും വലിയ ദോഷമാണ്. ബ്രഹ്മഹത്യാദോഷമുള്ളവനാണ് കാമൻ. കാമൻ എവിടെയാണ് ബ്രഹ്മഹത്യാദോഷം? എപ്പോഴാ കൊന്നത്? ആരെങ്കിലും കൊന്നോ? കാമൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷെ കാമൻ ബാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ബ്രഹ്മജ്ഞാനികളാകുമായിരുന്നു.
ബ്രഹ്മജ്ഞാനികളാകുമായിരുന്ന ജനങ്ങളെ ആ ബ്രഹ്മജ്ഞാന മാർഗത്തിൽ നിന്ന് തട്ടി വീഴ്ത്തുന്നതാരാ? രാമന. എങ്ങനെ? മഹാൻ ജഗത് ഭ്രമയിത, ഈ ഭൂമിയെ മുഴുവൻ വട്ടം കറക്കുന്നവനാവൻ. മഹാൻ ജഗത് ഭ്രമയിത സ്ഥിത്വാന്തരംഗേ സ്വയം, അന്തരംഗത്തിൽ സ്വയം പോയി കയറിയിരിക്കും. മനുഷ്യന്മാരുടെ മനസ്സിൽ കയറിയിരിക്കും. എന്നിട്ട് സ്ത്രീ പുംസവും, സ്ത്രീ പുരുഷന്മാരെ അന്യോന്യം അംഗഗുണങ്ങളെ കൊണ്ടും ഹാസങ്ങളെ കൊണ്ടും മോഹിപ്പിക്കും. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ തിരക്കിടില്ല, സുന്ദരിയാണ്, ഇങ്ങോട്ട് നോക്കിയപ്പോൾ സുന്ദരനാണ് എന്ന് അന്യോന്യം. അത് കഴിഞ്ഞാൽ മെല്ലെ ചിരിക്കുകയായി, ഹാസം, പിന്നെ പരിചയപ്പെടുകയായി. അങ്ങനെ 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 മോഹിപ്പിച്ചിട്ട് എവിടെ കയറിയിരുന്ന്? അകത്ത് കയറിയിരുന്ന് അവനെ തന്നെ മോഹിപ്പിക്കുക. നോക്കണേ, നൈജ തമസ, സ്വന്തം ഇരുട്ടുകൊണ്ടായി ഈ പണിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പ്രപഞ്ചരചനയെ വർദ്ധിപ്പിക്കുന്നു. സന്താനോൽപാദനത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ രചനയെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ അവൻ ബ്രഹ്മഹത്യാദോഷമുള്ളവനാണെന്നാണ് പറയുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ബ്രഹ്മവിചാരം ചെയ്ത് വലിയ ബ്രഹ്മജ്ഞാനികളാകുമായിരുന്നു. അതിനെ തടഞ്ഞത് ഇവനായതുകൊണ്ട് ഇവൻ ബ്രഹ്മഹത്യാദോഷമുള്ളവനാണെന്നാണ് കൽപ്പിക്കുന്നത്. ശരി.